പല ആളുകളും എ സി വാങ്ങിയതിന് ശേഷം വീട്ടിൽ കൊണ്ടുപോയി ഇടും, എന്നതിന് ശേഷം വല്ലപ്പോഴും ഓണാക്കുക. ഇപ്പൊ ചൂട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ മഴക്കാലത്തൊന്നും ഉപയോഗിക്കൊന്നുമില്ല അല്ലെ? ആ ഒരു സമയത്തൊക്കെ എ സി ഇങ്ങനെ വർക്ക് ചെയ്യാതിരിക്കും. അപ്പൊ എ സിക്ക് ഉണ്ടാവുന്ന കുറച്ച് കംപ്ലൈൻസിനെ കുറിച്ച് നമുക്കിത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടും കറണ്ട് ബില്ല് കുറയ്ക്കാനുള്ള ഒരു ഐഡിയ ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ നിരന്തരം ഉപയോഗിക്കുന്ന എ സി എല്ലാ മാസവും ഒരു തവണയെങ്കിലും ഫിൽട്ടർ, അതിൻ്റെ ഇൻഡോറിലിരിക്കുന്ന ഫിൽട്ടർ ഊരി ഒന്ന് പൊടി തട്ടി കഴുകി വൃത്തിയാക്കി ഇടുക. അല്ലാത്ത പക്ഷം എന്തുണ്ടാവുക വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റൂമിനുള്ളിലുള്ള ഈ ഒരു എയറിനെ വലിച്ച് എയർ കണ്ടീഷനിങ് ചെയ്തിട്ടാണ് ഈ എ സിയുടെ ബ്ലോവർ തിരിയുന്നത് അല്ലെ? അപ്പൊ ആ ഒരു സമയത്ത് ഈ കാറ്റ് വലിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ? ഈ ഒരു ഇങ്ങനെ പൊട്ടിച്ചെടുക്കുന്ന സമയത്ത്. അപ്പൊ അത് പൊട്ടിക്കളയാണെങ്കിൽ നല്ലതാണ്. രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വീട്ടിൽ എലിശല്യം ഉണ്ടെങ്കിൽ എ സിയുടെ ഇൻഡോറിലേക്കോ എ സിയുടെ കംപ്രസറിന്റെ ഉള്ളിലേക്കോ കയറാതിരിക്കാനുള്ള പണികൾ ചെയ്യാം. അതായത് ഇപ്പോൾ ഇറങ്ങുന്ന എ സികളുടെ എല്ലാം ആ ഇൻഡോറിലിരിക്കുന്ന ബോർഡ് അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. കാരണം വൈഫൈ ഉണ്ട്, അതുപോലെ റിമോട്ട് കൺട്രോളുടെ കാര്യങ്ങളുണ്ട്, അതുപോലെ പലതരത്തിലുള്ള ഓപ്ഷൻസ് ഇപ്പം ഉണ്ട്. അപ്പൊ ചെറിയൊരു കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബോർഡിന് അത് നേരാക്കാൻ കുറച്ച് എക്സ്പെൻസീവ്, കുറച്ച് പൈസ ചിലവാകും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരന് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സംഭവമല്ല എ സിയുടെ ബോർഡിലിരിക്കുന്നത്. ചിലപ്പോൾ കുറച്ച് അറിവുള്ള ആളുകളൊക്കെ ഒരു കണ്ടിന്യൂറ്റി ഒക്കെ ചെക്ക് ചെയ്ത് എന്തെങ്കിലും കംപ്ലൈന്റ് വരുമ്പോൾ കണ്ടെത്താം, പക്ഷെ എല്ലാവരും കഴിയില്ല. അപ്പൊ ടെക്നീഷ്യന്മാർ ഈ ഒരു കാര്യത്തിന് വലിയ തുക ഈടാക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. കാരണം എന്താ, ആളുകൾക്ക് അറിയില്ല, ചൂട് എടുക്കുന്ന സമയമാണ്, എങ്ങനെയെങ്കിലും നേരാക്കി താ എന്നേ പറയുള്ളൂ. ചെറിയ കംപ്ലൈൻറ്റ്സ് വന്നാൽ പോലും നല്ല റേറ്റ്. അപ്പൊ എലിയൊക്കെ വന്നത് കടിച്ചു കഴിഞ്ഞാൽ ആ ഒരു അവസ്ഥ അതാണ്. പിന്നെ നമ്മൾ എ സി ഇങ്ങനെ കാലങ്ങളോളം ഓഫാക്കി വെക്കുന്ന വീടുകളൊക്കെ ഉണ്ടാവൂലെ, അത് ചെയ്യുന്നത് കുറച്ച് മണ്ടത്തരാ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇൻഡോറിൻ്റെ ഉള്ളിൽ വല്ല വേട്ടാളനോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂട് കൂട്ടാനും ചിലപ്പോൾ എലി തന്നെ വന്ന് താമസിക്കാനുള്ള സാധ്യത ഉണ്ട്. ഔട്ട്ഡോറിൻ്റെ ഉള്ളിലാണ് കൂടുതൽ പ്രശ്നം ഞാൻ കണ്ടിട്ടുള്ളത്. ഔട്ട്ഡോറിൻ്റെ ഉള്ളിൽ തേനീച്ച കൂട് കൂട്ടാനും കടന്നൽ കൂട് കൂട്ടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ വല്ലപ്പോഴും നമ്മളത് ഓണാക്കിയിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ എ സി ഉപയോഗിക്കുന്ന സമയത്ത് പരമാവധി കൂളിങ്ങിൽ ഇട്ട് വെച്ചിട്ട് 16-ലൊക്കെ താഴത്തെ ഡിഗ്രി ഇട്ട് വെച്ചിട്ട് എ സി ഇട്ട് നമ്മൾ വാതിലും ജനാലയൊക്കെ തുറന്നിട്ടിട്ടൊക്കെ കുറേ ഇരിക്കുന്നത് ആ എ സിക്ക് വലിയ കംപ്ലൈൻറ്റാണ്. കാരണം എ സിക്ക് കട്ട് ഓഫിങ് കിട്ടൂല. എ സി നിരന്തരം പണിയെടുത്തുകൊണ്ടിരിക്കും. അതിപ്പോൾ എല്ലാ മനുഷ്യന്മാരെ പോലെ തന്നെ വല്ലാണ്ട് അങ്ങനെ നിന്ന് പണിയെടുത്തുകൊണ്ടിരുന്നുണ്ടെങ്കിൽ ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടാവും. അതുപോലെ എ സിക്കും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഇൻവെർട്ടർ എ സി ഉപയോഗിക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇൻവെർട്ടർ എ സി ഒരു ലോ വോൾട്ടേജിലും വർക്ക് ചെയ്യുന്ന ഒരു എ സി ആണ്, ശരിയാണ്. പക്ഷേ നിങ്ങളുടെ വീട്ടിലെ CFL ബൾബ് അല്ലെങ്കിൽ ഈ ഇപ്പോൾ വരുന്ന LED ബൾബുകൾ പോലും മിന്നുന്ന ഒരു അവസ്ഥ വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇൻവെർട്ടർ എ സി നിങ്ങൾ ഓൺ ആക്കരുത്. ഇൻവെർട്ടർ എ സി എന്നല്ല, ഒരു എ സി ഓൺ ആക്കരുത്. ഇൻവെർട്ടർ എ സി ഓൺ ആക്കുമ്പോൾ അതിന് വേറൊരു പ്രശ്നമുണ്ട്. ഇതിന്റെ ബോർഡ് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ സാധാ ബോർഡ് വാങ്ങുന്നത് പോലെയല്ല, കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ അടുത്ത കാര്യം, നിങ്ങൾ എ സി വാങ്ങുമ്പോൾ കമ്പനിക്കാർ പറയും അല്ലെങ്കിൽ കടക്കാർ പറയും ഇതിൽ സ്റ്റെബിലൈസറിന്റെ ആവശ്യമില്ലെന്ന്. പക്ഷെ സ്റ്റെബിലൈസർ ഇല്ലാതെ നിങ്ങൾ ഒരു എ സി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ റിസ്ക് നിങ്ങളുടെ മാത്രമാണ്. സ്റ്റെബിലൈസർ ഇല്ലാതെ ഒരു വലിയ വോൾട്ടേജ് പെട്ടെന്ന് ഒരു ഇടിമിന്നലോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞ് ഒരു ഹൈ വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ എ സിയിലേക്ക് ഡയറക്റ്റ് വന്ന് എ സിയുടെ ബോർഡ് കത്തിപ്പോവും. ബോർഡ് കത്തിപ്പോയാൽ ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും പറയുന്നു ബോർഡ് എക്സ്പെൻസീവ് ആണ്. ആ സാധനം വാങ്ങണമെങ്കിൽ നമുക്കിപ്പോൾ ഓൺലൈനിൽ വരുത്തിയിട്ട് ആ സാധനം വാങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാവും അല്ലെ? നമ്മളപ്പോൾ അത് സർവീസ് സെന്ററിലേക്കോ അല്ലെങ്കിൽ അടുത്തുള്ള ടെക്നീഷ്യന്മാരെയൊക്കെ വിളിക്കും. ആ ഒരു സമയത്ത് അതിന്റെ വില നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ചിലപ്പോൾ അതേ ബോർഡ് ഊരിക്കൊണ്ടുപോയിട്ട് സർവീസ് ചെയ്ത് കൊടുന്നാലും നമുക്കറിയില്ല. അപ്പോൾ അതൊരു പറ്റിക്കുന്ന ഒരു പരിപാടി ഇതിന്റെ പിന്നിലുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇപ്പൊ നമ്മൾ ഹെൽമെറ്റ് ഇടാതെ വണ്ടി ഓടിക്കുന്നതിന് തുല്യമാണ്. ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിച്ച് എവിടെയെങ്കിലും പോയി ഇടിച്ച് പൊട്ടിത്തെറിച്ച തല പൊട്ടിയാൽ എന്താവും? അതന്നെ ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഒരു ലോക്കൽ ഹെൽമെറ്റ് ഒക്കെ ഇട്ട് യാത്ര ചെയ്യും. ആ ഒരു സമയത്ത് എന്താ വെച്ചാൽ പോലീസുകാരെ പറ്റിക്കാൻ വേണ്ടി മാത്രമാവും. പക്ഷെ അത് ഇടിച്ചിട്ടും തല പൊട്ടിയാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ ഒരു റിസ്ക് എടുക്കാതിരിക്കുകയാണ് ഈ ഒരു കാര്യത്തിന് നല്ലത്. കാരണം നമ്മൾ കൊടുക്കുന്നത് ചക്കക്കുരു അല്ല, പൈസയാണ്. ചില ആളുകൾ എ സി ഉപയോഗിക്കുന്ന സമയത്ത് ചിലപ്പോൾ റിമോട്ട് കേടുവന്നു പോയി. ഒരു അടിയന്തര ഘട്ടത്തിൽ റിമോട്ട് ഉപയോഗിക്കണം അല്ലെങ്കിൽ റിമോട്ടിലെ ബാറ്ററി ഇല്ലാതെ പോയി, നിങ്ങൾ എങ്ങനെ എ സി ഓണാക്കും? എ സി സ്വിച്ച് ഇട്ട് ഓണാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും? ഔട്ട്ഡോർ വർക്ക് ചെയ്യില്ല, അതേപോലെ തണുപ്പും കിട്ടില്ല. ഇൻഡോർ ജസ്റ്റ് ഒന്ന് ഓണായി ഓഫായി പോകും, അത്രേ ഉള്ളൂ. ആ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഫിൽറ്റർ ഊരാൻ വേണ്ടിയിട്ട് ഇതിന്റെ ടോപ്പ് അഴിക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് പൊക്കി വെച്ചതിന് ശേഷം ഇതിന്റെ മുകളിലുള്ള ആ ഒരു ബോർഡ് ഇരിക്കുന്ന ഭാഗം, അതായത് റൈറ്റിലേക്ക് ലെഫ്റ്റ് സൈഡ്, കൂടുതലും റൈറ്റ് സൈഡിലെ കണ്ടുള്ളൂ. ഓക്കെ, ആ ഒരു ഭാഗത്ത് ഒരു അടപ്പ് വെച്ചിട്ടുണ്ടാവും. ആ അടപ്പിന്റെ പുറത്ത് ഭാഗത്തായിട്ട് ഒരു ചെറിയൊരു ഹോള് കാണാം. ഏകദേശം ഒരു ലെക്സി പേനയൊക്കെ അതിലേക്ക് കുത്തി വെക്കാൻ കഴിയുന്ന തരത്തിലാണ്. അതിന് മുകളിൽ ചെറിയ ഒരു സ്റ്റാർട്ട് അല്ലെങ്കിൽ റീസ്റ്റാർട്ട് എന്നൊരു ഓപ്ഷൻ എഴുതിയിട്ടുണ്ടാവും ഒരു പക്ഷെ, ഇല്ലെങ്കിലും ഒരു ചെറിയ ഹോള് കാണാം.
ആ ഒരു ഹോളിലേക്ക് പേനയുടെ പിറകു വശം ഒന്ന് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ AC ചാലു ആവും. അതൊരു അടിയന്തര ഘട്ടത്തിൽ നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു സാധനമാണ്. അതുപോലെ തന്നെ റിമോട്ട് കളഞ്ഞു പോയാലും നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം. മാനുവലായിട്ട് പരമാവധി നമ്മളത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള കാരണം ഈ ഒരു സമയത്ത് നമ്മൾ AC പണ്ട് എന്താണോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്, റിമോട്ട് പോകുന്നതിന് മുന്നേ എത്രയാണോ ഡിഗ്രി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്, ആ ഒരു ഡിഗ്രിയിൽ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. അതൊരു അടിയന്തര ഘട്ടത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരികയാണ്. ഒരിക്കലും അതൊരു എന്താ പറയാ ഒരു ഇതായിട്ട് യൂസ് ചെയ്യരുത്. അപ്പൊ അതൊരു നമ്മളൊരു ഇൻഫർമേഷൻ ആയിട്ട് എടുത്താൽ മതി. അപ്പൊ AC വാങ്ങുന്ന സമയത്ത് നിങ്ങൾ സ്റ്റാർ റേറ്റിംഗ്, അതുപോലെ തന്നെ ഇൻവെർട്ടർ ടൈപ്പ് ആണോ എന്നൊക്കെ നോക്കുക. അതുപോലെ റൂം എപ്പോഴും നമ്മളെ റൂം ഒരു 10x10 റൂമിലാണെങ്കിൽ ഒരു 1 ടൺ AC എങ്കിലും വെക്കാൻ ശ്രമിക്കുക. ഒരു 8x8 വരുമ്പോൾ 0.75 അത് 3/4 ടൺ വെക്കാൻ പാടുള്ളൂ. വീടിന്റെ അപ്സ്റ്റെയറിന് വരുന്ന മുകളിൽ വരുന്ന റൂമുകളാണെന്നുണ്ടെങ്കിൽ 1 ടൺ വരേണ്ടടുത്ത് 1.5 വെക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം പെട്ടെന്ന് കൂളായി പെട്ടെന്ന് കംപ്രസർ കട്ട് ഓഫ് ആയി കഴിഞ്ഞാൽ നമുക്ക് അത്രയും കറണ്ട് ബില്ല് കുറച്ചെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ചെറിയ കുറച്ച് ടിപ്സ് ആണ്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, നല്ലതാണ്. പിന്നെ കറണ്ട് ബില്ല് കുറയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഐ പിന്നിലുണ്ട്, കയറി കാണാം.